ഏകദേശം നമ്മുടെ കുരുത്തി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മൂന്നാളം കിട്ടിയിട്ടുണ്ട്. വാവ് ഗൈസ്, അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന കുരുത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കുരുത്തി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു നെറ്റ് എടുക്കുക, ഇരുമ്പിൻ്റെ നെറ്റ് എടുത്തിട്ട് സാധാരണ രീതിയിൽ നമ്മളിത് ഒന്ന് കുരുത്തി പോലെ ഒന്ന് അതിൽ ചുറ്റണം. നമ്മൾ ഇതിലേക്ക് കെട്ട് കമ്പി ആവശ്യമായത്, ഇതിൻ്റെ നെറ്റ്, അതുപോലെ കെട്ട് കമ്പി, പിന്നെ ഒരു ഇരുമ്പ് ഇങ്ങനെ വളച്ച് വെച്ചത് കണ്ടോ, ഒരു ഇരുമ്പ് കമ്പി ഇങ്ങനെ വളച്ച് വെച്ചത് വേണം. എന്തിനാന്ന് നമുക്ക് കാണാം വീഡിയോ. പിന്നെ കെട്ട് കമ്പി നമ്മളിതിൽ പിൻ ചെയ്തെടുക്കുക. കെട്ട് കമ്പി ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ കെട്ടുക. അങ്ങനെ ഓരോ കെട്ടുകമ്പി എടുക്കുക, അതേപോലെ പിൻ ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അതായത് ഈ കെട്ടുകമ്പി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കെട്ടുകമ്പിയുടെ തലപ്പ് ഇങ്ങനെ വളച്ചു കൊടുക്കുക, പുറത്ത് പോലെ വളച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെറ്റിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, നെറ്റിലിങ്ങനെ ഇട്ടിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തുണ്ടോ, ചെറിയുന്നുണ്ടോ ഉണ്ടോ. അപ്പോൾ ഈ തല എങ്ങനെയാണ് എടുക്കാൻ പറ്റും കണ്ടോ. എന്നിട്ട് ഇതിലേത് പിൻ ചെയ്യാം കണ്ടോ. പിൻ ചെയ്യാം. ഏകദേശം നമ്മൾ ഇതേപോലെ വേണ്ട കുരുത്തി പോലെ ആയിരിക്കുന്നു. ഇത് നമ്മളിതിൻ്റെ വക്ക് ഭാഗം നമ്മൾ ഈ കമ്പി വെച്ചിട്ട് കെട്ടണം. വേണ്ട കമ്പി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കെട്ടണം. അപ്പോൾ അടുത്ത കെട്ട് അതാണ്. ശേഷം ഈ ഭാഗത്ത് കെട്ടുമ്പോൾ കഴിയും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കെട്ടുമ്പോൾ റിങ് അങ്ങനെ എടുക്കാം. അതിനുശേഷം അങ്ങനെ നമ്മൾ വളച്ചെടുത്ത കമ്പി ഇതിൻ്റെ കൂർത്ത ഭാഗത്തോടെ ഇങ്ങനെ അരക്കി കൊടുക്കുക. ഇത് മുകളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് വീണ്ടും അതുപോലെ കെട്ട് കമ്പി എടുത്തിട്ട് ഇവിടെ നിന്ന് പിന്നിക്കുക. ഇവിടെ കെട്ടുമ്പോൾ വക്ക് കെട്ടുക പറയും. അപ്പോൾ ഈ വക്ക് കെട്ടുമ്പോൾ നമ്മൾ സ്ട്രോങ് ആക്കണം. കണ്ടില്ലേ, 2 കെട്ട് കമ്പി ഇട്ട് കേട്ടോ, കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഗൈസ്,
ഏകദേശം നമ്മുടെ കുരുത്തി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഏകദേശം നമ്മൾ കുരുത്തി റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൽ ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാതെ തന്നെ മീൻ പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഗൈസ്, അങ്ങനെ ഇത് കയറിട്ട് കെട്ടി ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്കൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേണ്ടോ, വെള്ളത്തിലിട്ടതിന് ശേഷം വേണ്ടോ വെള്ളത്തിലിട്ട് അങ്ങനെ മുക്കിയെടുക്കാൻ പറ്റും. പൊക്കി ഹൈറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മീൻ പിടിച്ച് നോക്കാം. എന്നാ പോരെ ഗൈസ്, ഒരാളോടും കിട്ടിയിട്ടുണ്ട് മീൻ പിടിക്കാൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്രാവശ്യം മീൻ പിടിക്കാൻ പോകുന്നത്. എന്താ പേര്? അഭിഷേക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് കുരുത്തി വല. നിങ്ങളുടെ കാലത്ത് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്നതാണ് കാരണന്മാരൊക്കെ. ഇങ്ങനെ ഇത് മീൻ പിടിക്കുക, അതിങ്ങനെ കുരുത്തി പോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതുണ്ടോ, അതാ ഹോളിലേക്ക് അങ്ങനെയാണ് വിടും. കണ്ടോ, അവിടെ കണ്ടോ, ഇത് ഈ വെള്ളമില്ലേ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് ആ ഹോളിൽ കൂടെ പോവാം. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ പോണ പെരലുകളൊക്കെ അതിൽ കൊടുക്കും. അതാണ് ഈ കുരുത്തികളുടെ ഗുണം, ഉപയോഗം. അപ്പോൾ മനസ്സിലായില്ലേ? നമുക്കൊന്ന് പൊക്കി നോക്കാം. ഒന്ന് പെരല് വല്ലതും പെട്ടുണ്ടോ നോക്കാം. അതിലൊന്നും പെട്ടിട്ടില്ല. നമുക്ക് അപ്പുറത്ത് നോക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിക്കും. ഓടിച്ചോ. ആ കിട്ടി. നമുക്കൊരു പെരലിനെ കിട്ടി. അടുത്തുണ്ണി അങ്ങനെ പെരലും കിട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ചെറുതാണെങ്കിൽ അതിന് വെള്ളത്തിലേക്ക് കേട്ടോ, വെള്ളത്തിലേക്ക് കിട്ടും. അത് വെള്ളത്തിലേക്ക് കേട്ടോ. നമുക്ക് ഒന്നുകൂടി നോക്കാം. അതുപോലെ ആ കിട്ടി കിട്ടിണ്ട്. അല്ല കഴിഞ്ഞ ഞാൻ എന്താക്കിയാ അടുത്ത്. ആ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചെറുതാണോ? അത് വെള്ളത്തിൽ ചെറുതാണെങ്കിൽ വെള്ളത്തിൽ കേട്ടോ. അയ്യോ, നമ്മളൊന്ന് കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും. നല്ല ഭംഗിയുള്ള അതിലേക്ക് വെള്ളത്തിൽ കേട്ടോ. ഒന്നുകൂടി നോക്കാം. നമുക്ക് വലുത് കിട്ടും നോക്കാം ഗൈസ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. കിട്ടുന്ന മുഴുവൻ ചെറുതാണ്. വാ, ഞങ്ങൾക്ക് വലുത് കിട്ടി. അങ്ങനെ ഞങ്ങൾക്കൊരു പരലും കൂടി കിട്ടി. കാണിച്ചു കൊടുക്ക്. ആ ചെറുതാണ് കളഞ്ഞു. നമുക്ക് വലിയ മീനും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോയോ വരും. അവിടെ നല്ല വെള്ളച്ചാട്ടം അങ്ങനെ ബുക്ക് ചെയ്യും. ആ ഗൈസ്, മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മൂന്നാളം കിട്ടിയിട്ട്. വാവ് ഗൈസ്, അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചെറുതാണെങ്കിലേ അതിനെ നമുക്ക് തിരിച്ച് തോട്ടിലേക്കിനാണ് കേട്ടോ. ഗൈസ് നോക്ക് ഗൈസ്, ചെറുതാണെങ്കിൽ അതിനെ അങ്ങനെ ഇട്ടോളൂ, തോട്ടിലേക്കിനിട്ടോളൂ. ഞങ്ങൾ തോട്ടിലേക്കിനിട്ടു. നോക്ക്
ഇല്ല ഒന്ന് നോക്കാം. ഗൈസ് ഒന്നും പറ്റില്ല ഗൈസ്, മുകളിൽ നോക്കട്ടെ. ആ ഗൈസ് പെട്ടിട്ടുണ്ട് ഗൈസ്. ചെറിയ പെരൽ തന്നെയാണ്, പെരൽ തന്നെയാണ് കിട്ടിയത്. വേണ്ട, പെരലിൻ്റെ കുട്ടികളെ പെട്ടിക്കണം. അപ്പോൾ നമുക്ക് അതിനെ വെള്ളത്തേക്ക് നടാം. പെരൽ പെട്ടിട്ടുണ്ട്, ചെറിയ പെരലാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞോളൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.